നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര പറഞ്ഞിട്ട് നേരെ നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. പക്ഷെ നമ്മൾ നെയ്യാറ്റിൻകര ഒന്ന് പരാമർശിച്ച് പോകണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ വിഷയം ചർച്ച ചെയ്യാത്തത്? നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമൊന്നുമല്ല. ഇത് നമ്മുടെ മനുഷ്യന്റെ ഒരു അറിവില്ലായ്മയുടെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത്രയും ശാസ്ത്രം വളർച്ച പ്രാപിച്ച ഒരു കാലത്ത് ഇതുപോലെയൊക്കെ പറയുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന കേട്ടാ. സമാധിയാവുക എന്നൊക്കെ പറയുന്ന അടിസ്ഥാനപരമായിട്ട് അത് വ്യാജ സമാധി ആയിപ്പോയതാണ് നാട്ടുകാരുടെ പ്രശ്നം. ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു ദൈവമോ അല്ലെങ്കിൽ ആൾ ദൈവങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ സമാധി അവർ അംഗീകരിക്കുമായിരുന്നു. എന്തായാലും അത് പോട്ടെ, അതിന് ഒക്കെ ഉപരിയായി ഇതെങ്ങാനും ഒരു ഘട്ടത്തിൽ സത്യത്തിൽ ആ കല്ലറ പൊളിക്കേണ്ടതായിരുന്നു. ഓർഡർ വന്നതാണ്. പക്ഷേ വർഗീയ സംഘടനകൾ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ രംഗത്ത് വരികയും കല്ലറ പൊളിക്കുന്നതിനെ എതിർക്കുകയും ചെയ്തു. സത്യത്തിൽ നമ്മളൊരു സ്റ്റേറ്റ് സെക്കുലർ ആവണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ മതതാല്പര്യങ്ങൾ വരുന്ന സമയത്ത് സിസ്റ്റം സെക്കുലർ ആയാൽ മാത്രം, മതനിരപേക്ഷമായാൽ മാത്രമാണ് അതിന് എന്താ പറയുക, ആരോടും ഒരു വായ്പില്ലാതെ അല്ലെങ്കിൽ നിലപാട് പറഞ്ഞുകൊണ്ട് ഇതാണ് എൻ്റെ നാട്ടിൽ ലീഗൽ സിസ്റ്റം, ഇതാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മരണാനന്തര ചടങ്ങ് എങ്ങനെ വേണം നടത്താം? എൻ്റെ ബോഡി ഞാൻ മെഡിക്കൽ കോളേജിൽ എഴുതി വെച്ചിരിക്കുകയാണ്, എനിക്ക് പരിചയമുള്ള പല ആളുകളും അവരുടെ മതാചാര പ്രകാരം നടത്തും. ഇപ്പൊ ചേട്ടനും അങ്ങനെയായിരിക്കും, ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ടാവും. തീർച്ചയായും. പക്ഷേ ഒരു മരണം നടന്നു, ഒരാൾ മരിച്ചു എന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് നിയമവ്യവസ്ഥിതിയുള്ള ഒരു ആധുനിക രാഷ്ട്രത്തിൽ അത് സർക്കാർ അംഗീകൃത ബിഷപ്പ് ഡോക്ടറാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. അത് സർട്ടിഫൈ ചെയ്യാതെ ഞങ്ങൾ അച്ഛൻ മരിച്ചു അതുകൊണ്ടല്ലേ സമാധിയായി, അതുകൊണ്ട് ഞങ്ങൾ കൽമണ്ഡപം ഉണ്ടാക്കി അതിലിരുത്തി സ്ലാബ് വെച്ച് അടച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അതൊരു നമ്മള് നാട്ടുപുറങ്ങളിൽ പോലും ഒരാൾ മരിച്ചാൽ നമ്മൾ ഡോക്ടറെ കൊണ്ടൊന്ന് കൺഫേം ചെയ്യും. തീർച്ചയായിട്ടും. നമ്മുടെ രീതി എന്റെ എന്താ പറയാ ഗ്രാൻഡ് പേരൻസ് എല്ലാം മരിച്ച സമയത്ത് നമ്മൾ ഡോക്ടറെ സർട്ടിഫൈ ചെയ്യണം. അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. കിടപ്പിലായിരുന്നു, വർഷങ്ങളായി കിടപ്പിലായിരുന്നു, അച്ഛൻ വീട്ടിൽ വെച്ചാലും പെട്ടെന്ന് മരിച്ചു. പക്ഷെ എന്നിട്ട് നമ്മൾ ഡോക്ടറെ കൊണ്ടുവന്നു, ഡോക്ടർ വെരിഫൈ ചെയ്തു. അതല്ല നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെയാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ്. ഇത് അടിസ്ഥാനപരമായി ഇതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ജില്ലാ കളക്ടറെ പോലെ ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഉത്തരവിട്ടത്. എന്നിട്ട് പോലും അതിന് പ്രതിഷേധിച്ച് നമ്മളെ റിപ്പോർട്ടറൊക്കെ പോയിരുന്നു, അവരൊക്കെ പോയിരുന്നു. അവസാനം എല്ലാവരും പൊളിക്കാൻ കഴിഞ്ഞില്ല, എല്ലാവരും മടങ്ങുകയായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളത് വളരെ നടക്കുന്നത് വെച്ചാൽ അതേ പറഞ്ഞത്. സമാധി വിശ്വസിക്കുന്ന ആളുകൾ ഇത് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഞാനൊരു നിരീശ്വരവാദിയാണ്, സ്വതന്ത്ര ചിന്തകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നാളെ ഇപ്പോൾ ഈ ഇഷ്യൂസ് എല്ലാം ഒന്ന് കെട്ടിടം കഴിയുമ്പോൾ ഗോവൻ സ്വാമിക്ക് അടുത്ത് പോയി പ്രാർത്ഥിച്ച ഒരാൾക്ക് ബലസിദ്ധി ഉണ്ടായിരുന്നു, ചുമ്മാ ഒരു കെട്ടുകഥ അടിച്ചു നോക്ക്, ആള് ക്യൂ നിൽക്കും ഇവിടെ. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് കേരളത്തിൽ. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ ഒരു കാലത്തും ഇല്ലാത്ത വിധം ഒരു കാലത്ത് ശ്രീനാരായണ ചട്ടസ്വാമി അയ്യങ്കാളിക്ക് പോലുള്ള ആളുകൾ മാറ്റിമറിച്ച നമ്മുടെ സമൂഹത്തിലെ അന്നത്തെ അനാചാരങ്ങളും വൃത്തികേടുകളും ഒക്കെ തന്നെ ഇപ്പൊ പൂർവ്വശക്തിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആളെല്ലാം ഇതിൽ വിശ്വസിക്കുകയും ഇത്തരം കാര്യങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നു. ഏറ്റവും രസം വിദ്യാഭ്യാസം ഉയരമുള്ളവരുമാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പിന്നാലെ പോകുന്നത്. ഇതിന്റെ മൈൽഡ് വേർഷൻ ആണ് വെള്ളിമുങ്ങി, ഇറീഡിയും, എന്താ പറയാ ലക്കി ബാമ്പുവും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും ഇത് ആളുകളുടെ വിദ്യാഭ്യാസ സമ്പന്നത ഉണ്ടെന്ന സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തും വായനയും മാത്രം ഉണ്ടായാൽ മതി, അതിന് ബോധം വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം എന്നുള്ള ബഹുമതി സത്യത്തിൽ നമുക്കൊരു അധിക ബാധ്യതയായി വന്നിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടുത്ത മത്സരമാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരാം. തീർച്ചയായിട്ടും. അംബുക MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. രാജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്കിതിനകത്ത് ഏറ്റവും ഈ ഷാജൻ സാറിന് കൂടോത്രമുണ്ടോ എന്ന ചോദ്യത്തിന് വീണ്ടും ഒരു ചോദ്യം ഇന്നും കമന്റ് ബോക്സിൽ നിറയുന്നത് ഞാൻ കണ്ടു. അതായത് സാർ അത് കഴിഞ്ഞ വർഷം പറഞ്ഞ കാര്യമാണ്, PV അൻവർ രാജിവെക്കും, ലീഗിലേക്ക് പോകും, അവിടെ ബാധ്യതയാകും എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചു എന്നുള്ളത് മറുപടി കൂടെ കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ, മറുപടി പറഞ്ഞത് വളരെ സഭ്യമായല്ലേ. അതൊന്നും ഒരു സഭ്യേതരമായി തന്തയ്ക്ക് ഉപയോഗിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പെരുമാറുന്നത്. അതെ അതെ. PV അൻവർ രാജിവെച്ചിരിക്കുന്നു. രാജിവെച്ചു എന്നത് തീർച്ചയായിട്ടും നമുക്ക് കുറെയൊക്കെ നിശ്ചയമായിരുന്നു. കാരണം ഏത് പാളയത്തിൽ അല്ലെ ഏത് തരത്തിലുള്ള ആളുകളുടെ വോട്ട് മേടിച്ച് ആണ് ജയിച്ചതെന്ന ബോധ്യം അൻവറിന് ഉണ്ടായിരുന്നു. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് ചില ചതുരംഗ കളികളാണ് നടക്കുന്നത്. ഒന്ന്, PV അൻവറിന് പ്രതീക്ഷിച്ചിരുന്നത് ആദ്യം വിചാരിച്ചിരുന്നത് DMK-യുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാം എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെ പല ആളുകളും അതിനെ എതിർക്കുന്നു. DMK-യിലേക്ക് അൻവറിന് പോകാൻ സാധിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനും പിണറായിയാണ് പഴി കെട്ടത്, തിരിച്ചു വരുന്നു.
സ്വന്തമായ ഒരു DMK ഉണ്ടാക്കുന്നു. എന്താണ് ഇവിടെ ചെലക്കരയിൽ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ നേതാവായിരുന്നു, KPC ഭാരവാഹിയായിരുന്നു സുധീറിനെ നേതാവുന്നു. എനിക്ക് 4000-3000 സംതിങ് കിട്ടിയില്ല. ഈ സുധീർ അത്യാവശ്യം ഒരു ജനകീയ നേതാവായിരുന്നു, അദ്ദേഹത്തിന് ഒന്നും പാളയം മാറിയതോടുകൂടി സുധീറിനെ ജയിപ്പിക്കാനായില്ല. പിന്നെ എന്താണ് ഒരു പോപ്പുലാരിറ്റി പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്താണ് എങ്കിൽ പിന്നെ ഞാൻ വന നിയമത്തിൽ ഒന്ന് കൈകടത്തിയേക്കാം, അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്രിസ്ത്യാനികളുടെയും മലയോര കർഷകരുടെയും പിന്തുണ ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് സർക്കാർ പിടിച്ചകത്താക്കിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇനിയും അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയ നേതാവിന് ഈ നാട്ടിൽ സ്വതന്ത്രനായി ഒക്കെ നിന്ന് ജയിക്കണമെന്നുണ്ടെങ്കിൽ അത്രയധികം വ്യക്തിപ്രഭാവം ജയിക്കുകയുള്ളൂ. ജയിക്കാൻ സാധിക്കുന്നത് വളരെ തുച്ഛം, അത് 1000-ൽ ഒരാൾ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല എങ്കിൽ നിലനിന്ന് പോകണമെങ്കിൽ ഒരു പാർട്ടിയുടെ പിന്തുണ വേണം. ഇപ്പോ അങ്ങനെ പാർട്ടിയുടെ പിന്തുണ തപ്പി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അത് UDF ആണ്. പക്ഷേ ഈ UDFന്റെ കാര്യത്തിലേക്ക് വന്നു നോക്കുമ്പോൾ UDFന്റെ പ്രധാനപ്പെട്ട നേതാവ് VD സതീശനെതിരെ വലിയൊരു ആരോപണവും വായിൽ തോന്നിയ തെറിയും വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയാണ് മാപ്പും പറഞ്ഞിട്ടുണ്ട്. 150 കോടി രൂപ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് വന്നു, കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി എന്നുള്ള ഒരു വലിയ പ്രസ്താവന നടത്തി. ലീഗിനെതിരെ പറയുന്നു. വിശദീകരണം വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാനല്ല, ഇതിന്റെ കാരണക്കാരൻ P ശശിയാണെന്നാണ് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കാം. P ശശി എന്ന് പറഞ്ഞാൽ പിണറായി എന്നല്ലേ എന്റെ അർത്ഥം. കാര്യം മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആണല്ലോ P ശശി പറഞ്ഞിട്ടാണ് ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചതെന്ന് പറയുമ്പോൾ അപ്പൊ ഈ MLAക്ക് സ്വന്തമായിട്ട് ഒരു നിലപാടില്ലേ, അഭിപ്രായമില്ലേ? മാത്രമല്ല ഒരു ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഇപ്പൊ ഞാൻ ഒരു മാധ്യമ പ്രവർത്തകയാണ്, എനിക്ക് സമൂഹത്തിനോട് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധതയും തെളിവും വേണം എന്നത് നമ്മളുടെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ് അല്ലേ. നമുക്ക് മഞ്ഞ വാർത്തകൾ പടച്ചുവിടാൻ സാധിക്കില്ല, അഭ്യൂഹങ്ങൾ പറയാൻ സാധിക്കില്ല. ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ അതിന്റെ തെളിവുകൾ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. നമ്മളെ കഴിഞ്ഞും എത്രയോ ക്രെഡിബിലിറ്റി വേണ്ടുന്ന, നമ്മളെ കഴിഞ്ഞും എത്രയോ മെച്ചപ്പെട്ട ഒരു സ്റ്റേജിൽ ഇരിക്കുന്നതാണ് ഒരു MLA എന്ന് പറയുന്നത്. അയാൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ കുറെ അധികം വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടുപോലെ വിളിച്ചു പറയുകയാണ്. 150 കോടി രൂപ കൊണ്ടുവന്നു അയച്ചേക്കാൻ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് സംസാരിക്കുന്നത്. അതെ, അതൊന്നുമില്ലാതെ അങ്ങ് വിളിച്ചു പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇന്ന് വിശദീകരണം അന്ന് P ശശി പറഞ്ഞുകൊണ്ടാണ്. അപ്പോ P ശശി എന്ന് പറഞ്ഞപ്പോ കിൻഡർ ഗാർഡൻ കുട്ടികളോ അവനാണ് എന്നെ പിച്ചിയത്, ഇവൻ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത്. കിൻഡർ ഗാർഡൻ കുട്ടികൾ പറയുന്നത് പോലെ ഉള്ള വർത്തമാനങ്ങളാണ് പറയുന്നത്. നമ്മുടെ മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാൻ ഖാനെ 2 കോടി രൂപ MR അജിത്കുമാറിന് കൊടുത്തിട്ടാണ് കേസ് ഇല്ലാതാക്കിയതെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന്റെ വിശദീകരണം ആര് പറഞ്ഞിട്ടാണ് ഈ ആരോപണം ഉന്നയിച്ചെന്നുള്ള ഇന്നും നമ്മൾ മറുനാടിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മലപ്പുറത്തെ SP ആയിരുന്ന SP കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആരോപണം നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം. ഈ ആരോപണം എന്ന് പറയുന്നത് ആർക്കും ആരെക്കുറിച്ചും പറയാനാവുന്ന ഒന്നല്ല. നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് ആരോപണം പറയണമെങ്കിൽ പോലും ഒരു അടിസ്ഥാനം വേണം. ആരോപണം നിങ്ങൾക്ക് ചുമ്മാ എന്ന് പറയാൻ പറ്റില്ല. അപ്പം അന്ന് തന്നെ നിയമസഭയിൽ ഇത് അവർ തന്നെ ചിരിച്ചു തള്ളിയ ഒരു കേസാണ് ഈ ആരോപണം നടന്നത്. അപ്പം ഇതൊരു വലിയ തിരിച്ചടിയായിരുന്നു. ഈ 150 കോടി രൂപയുടെ അഴിമതി. മറ്റേ മേഘങ്ങൾ ജപ്പാനിൽ പോയി അവിടെ പശ്ചിമ ഘട്ടനിരകളിൽ നിന്ന് ജപ്പാനിൽ പോയി മഴ പെയ്യുന്നു പറഞ്ഞ അവസ്ഥയിലായിരുന്നു. എല്ലാവരും ഇത് ചിരിക്കായിരുന്നു സത്യം പറഞ്ഞു. അതെ, അപ്പൊ അമ്പൂക്കയുടെ ഒരു പ്രശ്നം അന്ന് അങ്ങനെ പറഞ്ഞത് ഇപ്പൊ എന്താ പറയാ, വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ പണി കിട്ടി തിരിച്ച് UDF പാളയത്തിലേക്ക് എത്തിയില്ല. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ ആരോപണം. അതെ, അത്രയും വളരെ സഭ്യമല്ലാത്ത, ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ, ഇവർക്ക് എങ്ങനെയാണ് ഈ സ്റ്റാൻഡേർഡ് നഷ്ടപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ നാട്ടിലെ ചില നേതാക്കന്മാർക്ക് ഈ സഭ്യമല്ലാത്ത ഭാഷ പറഞ്ഞാലേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. ആള് ചിരിക്കും ചിലപ്പോൾ, ഒരു പ്രസംഗിക്കുക അല്ലെങ്കിൽ ബളമൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ അതൊന്നും ഒരു അന്തസ്സിന് നിരക്കുന്ന പരിപാടിയല്ല. നമ്മൾ പഴയ കാല നേതാക്കന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെ പണ്ട് ഞങ്ങളെ ജനസം പഠിപ്പിച്ചിരുന്ന വലിയ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പണ്ടൊക്കെ നിയമസഭയിൽ ഇപ്പം ഒരു ബഹുമാനപ്പെട്ട പിന്നെ തിരുവനന്തപുരം വെസ്റ്റ് അംഗം അങ്ങനെ പറയുള്ളൂ, അതല്ലാതെ മറ്റേ അയാളെ പേര് വിളിച്ചല്ല പറയുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നാണ് നിയമസഭയിൽ. അത് വളരെ മോശമായിട്ട് സംസാരിക്കുക, കയറി ബഹളം വെക്കുക, അടിക്കുക, ഇടിക്കുക, ഇതിനൊക്കെ ഉപരിയായി എനിക്ക് മനസ്സിലാവുന്നത് അത് അവസാനം എന്ത് ചെയ്തു, അവസാനം തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി. ഈ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയത് സത്യത്തിൽ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ തൃണമൂലുകാർക്ക് അറിയില്ല. കാര്യം നമ്മൾ മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത്, ബംഗാളിയിലല്ലല്ലോ. അത് കാരണം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും മീറ്റിംഗ് വെച്ച ആളിനെ കിട്ടും. കാരണം ഇതെല്ലാം തൃണമൂൽ കോൺഗ്രസ് ആരെന്ന് പറഞ്ഞ് വിളിച്ചാൽ ബംഗാളിൽ വരുമായിരിക്കും. നമുക്ക് വീട്ടിലുള്ള ബംഗാളികളുണ്ട്. അതെ, ധാരാളം പെരുമ്പാവൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. കാരണം ഇവര് വിളിച്ചാൽ എല്ലാവരും ഓടിയും എത്തും. കാരണം മമതയുടെ ആളായിരിക്കുമല്ലോ, പല CPM-കാരും ആയിരിക്കും പലരും. അതെ, അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. മാത്രമല്ല എന്തൊരു പ്രധാനപ്പെട്ട കാര്യം ചേട്ടൻ ശ്രദ്ധിക്കണം. ഇപ്പോ നമുക്ക് ഈ അമ്പൂക്കയുടെ ലക്ഷ്യം ഇനി
മമത വഴി കേന്ദ്രത്തിലേക്കാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. രാജ്യസഭ ഒരുപക്ഷെ ബംഗാളിനെ സംബന്ധിച്ച് അവർക്ക് ആവശ്യത്തിലധികം ഭൂരിപക്ഷമുണ്ട്. രാജ്യസഭയിലേക്ക് ഒഴിവ് വരുമ്പോൾ മമതയ്ക്ക് മാത്രമേ ജയിപ്പിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും അവിടെ ജയിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ നോമിനേഷൻ ഉള്ള സാധ്യതകളും തള്ളിക്കളയാൻ അതങ്ങനെ വലിയ ഈസി പോസിബിൾ ഒന്നല്ല. കാര്യം ഒരുപാട് നേതാക്കളുള്ള ഒരു പാർട്ടിയാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. പുതിയതായിട്ട് അല്ലെങ്കിൽ അൻവർ കേരളത്തിൽ അത്രയും സ്വാധീനമുള്ള ഒരു നേതാവാണെന്ന് മമതയ്ക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവരെ കൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിന് പോലും 4000 വോട്ട് കിട്ടാൻ ഒരു സ്ഥാനാർത്ഥി നടത്തിയാൽ കഴിഞ്ഞില്ലെങ്കിൽ. അത് മാത്രമല്ല, നിലമ്പൂർ എന്തായാലും ഇനിയിപ്പോ ബൈ ഇലക്ഷൻ വരുന്നുണ്ട്. ഈ ബൈ ഇലക്ഷനിൽ നിന്നാൽ ഉറപ്പായി 8 നിലയിൽ പൊട്ടുമെന്ന് ഉറപ്പാക്കിയത് തന്നെ ഞാൻ ഇനി മത്സരിക്കില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതില് വേറെ കുതിരിപ്പും കൂടെ ഉണ്ട്, ശ്രദ്ധിച്ചില്ലേ? ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ UDF പിന്നെ എന്താണ് പിന്തുണ കൊടുക്കും, പക്ഷേ നിങ്ങൾ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം. അത് കോൺഗ്രസ് പ്രസിഡന്റാണ്, ചെറുപ്പക്കാരനാണ്, KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, വളരെ ചെറുപ്പക്കാരനാണ്, മിടുക്കനാണ്. പക്ഷേ UDF ആരെ സ്ഥാനാർത്ഥിയാക്കണം തീരുമാനിക്കുന്നത് PV അൻവർ അല്ലല്ലോ, കോൺഗ്രസ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു കെട്ടും കൂടെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം സത്യത്തിൽ VS ജോയിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഇവര് നമ്മൾ നിരന്തരം കോണ്ടാക്ട് ഉള്ള ആളുകളാണ്. ആരുടെ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി ഉള്ളത് നേരത്തെ 2016 ഷൗക്കത്തായിരുന്നു സ്ഥാനാർത്ഥി. മാത്രമല്ല ആര്യാടൻ കുടുംബത്തെ സംബന്ധിച്ച് ആര്യാടൻ മുഹമ്മദ് ദീർഘകാലം കാലൂറ്റാണ്ടോളം അദ്ദേഹം അവിടുത്തെ MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം വളരെ നിർണായക സ്വാധീനമുള്ള മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഷൗക്കത്ത് 2016 മത്സരിച്ചു. അന്ന് പക്ഷേ അദ്ദേഹം വിജയിച്ചില്ല, അൻവറാണ് തോൽപ്പിച്ചത്. 2021 VV പ്രകാശൻ അദ്ദേഹം അന്തരിച്ചു പോയ DC പ്രസിഡന്റ് ചെറുപ്പക്കാരനായ നേതാവായിരുന്നു, അദ്ദേഹം അന്തരിച്ചു വന്നു. പക്ഷെ പിന്നീട് ഷൗക്കത്തിനൊരു ഇനി സാധ്യതയുള്ളതൊന്നും ഷൗക്കത്ത് തന്നെയാണ്. ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ നിലമ്പൂർ ഒരു പ്രധാന പ്രത്യേകത കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിയുറപ്പുള്ള വേരുകളുള്ള ഒരു ഭൂമികയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അവിടെയാണ് PB അൻവർ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനം കൊണ്ടും പിന്നെ തീർച്ചയായിട്ടും അതൊരു മതപരമായ എൻബ്ലോക്ക് രൂപീകരിച്ചുകൊണ്ടുകൂടെ ഇപ്പം VS ജോയി ആക്കണം, സ്ഥാനാർത്ഥി ആക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ അതൊന്നും ഒരിക്കലും സ്ഥാനാർത്ഥി ക്രിസ്ത്യൻ വിഭാഗം. അതെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാത്രമല്ല, ഇപ്പൊ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആ കിട്ടിയ തുറുപ്പുകുലാനാണ് എന്ന് പറയുന്നത് വനനിയമം. ഇപ്പൊ വനനിയമം അതൊരു കരിനിയമമാണ്, അല്ലെങ്കിൽ വനനിയമത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്, പുതിയ ഭേദഗതി നടപ്പിലാക്കാൻ പാടില്ല എന്നത് സത്യത്തിൽ അത് ബില്ല് കൊണ്ടുവന്ന ആളുകൾ തന്നെ അംഗീകരിച്ച വിഷയമാണ്. അവരെന്തായാലും ആ ബില്ല്, അതായത് വനനിയമം നടപ്പിലാക്കാനും ആ ഭേദഗതി നടപ്പിലാക്കാനും പോകുന്നില്ല. അപ്പോഴും അൻവറിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഇതിൽ സ്കോപ്പ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായോ? അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു ആയുധ തുറുപ്പിച്ചിട്ടായിരുന്നു വനനിയമം പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുക. പിണറായി പറഞ്ഞു ഞങ്ങൾ അമെന്റ്മെന്റ് നടപ്പിലാക്കുന്നില്ല എന്ന് പിണറായി പറയുന്നിടത്ത് ഇത് പിന്നെ ആ പ്രസക്തി ഇല്ലാതെയാവുകയാണ്. അപ്പം ഈ മലയോര കർഷകരെ കൂടെ നിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ആളുകളായിട്ട് സംസാരിച്ചുകൊണ്ട് തനിക്ക് കുറച്ചധികം നാൾ പണം കിട്ടും, അല്ലെങ്കിൽ കുറച്ചധികം വോട്ട് കിട്ടും, ആൾബലം ഉണ്ടാകും എന്ന ധാരണ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതും പണി വാളാൻ പോവുകയാണെന്നാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ചെറിയ ചരിത്രം കൂടെ നമുക്കൊന്ന് പറയുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. നിലമ്പൂര് 1980 അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. അന്ന് ആന്റണി വിഭാഗം LDF-ലായിരുന്നു. അപ്പോൾ 4 മന്ത്രിസഭയിൽ 80 മന്ത്രിസഭയിൽ ആര്യാടൻ വനം വകുപ്പ് മന്ത്രിയാക്കി. പക്ഷെ അദ്ദേഹം MLA അല്ല. അതുകൊണ്ട് അവിടെ MLA ആയിരുന്നു C ഹരിദാസ്, അദ്ദേഹം രാജിവെച്ചത് രാജ്യസഭയിലേക്ക് അയച്ചിട്ട് അവിടെയാണ് ആര്യാടൻ മത്സരിച്ചത്. അന്ന് ആര്യാടൻ മുഹമ്മദിന്റെ എതിർ സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമേന്ദ്രനായിരുന്നു. കാരണം മുല്ലപ്പള്ളി അന്ന് I വിഭാഗമാണല്ലോ, കരുണാകരന്റെ നേതൃത്വത്തിൽ ഇന്ദിരാ വിഭാഗമാണ്. അവർ സത്യം പറഞ്ഞ മുല്ലപ്പള്ളിയും ആര്യാടൻ മുഹമ്മദും കൂടെ ഏറ്റുമുട്ടി എന്ന് പറഞ്ഞ എപ്പോഴും പലരും വിശ്വസിക്കില്ല അന്നത്തെ കാലത്ത്. കാരണം അന്ന് 1980 നിയമസഭാ തെരഞ്ഞെടുപ്പിന് VM സുധീരനും പിന്നെ അതുപോലെ ഉമ്മൻചാണ്ടി എല്ലാം LDF സ്ഥാനാർത്ഥികൾ മത്സരിച്ചവരാണ്. 80 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വയലാർ രവി എല്ലാം LDF സ്ഥാനാർത്ഥികളെ മത്സരിച്ചവരാണ്. അപ്പൊ അന്ന് പോലും അവിടെ പക്ഷെ ആരാണ് ജയിക്കാൻ കഴിഞ്ഞത് അത് നമ്മൾ മനസ്സിലാക്കണം. അത്ര സ്വാധീനം. പിന്നീട് ആന്റണി കോൺഗ്രസ് വിട്ടുപോയി, അവര് പിന്നെ UDF-ന്റെ ഭാഗമായി. പിന്നെ ആരുടെ എത്ര തവണ ജയിച്ചവിടെ നിന്ന് MLA മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്. ആരുടെ അത് ശക്തനായ ഒരാളാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ നെഞ്ചും മിരിച്ച് നിന്നാലൊന്നും അമ്പൂക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നൊരു സാധനമുണ്ട്. ഏതായാലും ഇന്ന് സാറ് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വെല്ലുവിളിക്കുകയാണ്. അതായത് മറുനാടനെതിരെ പറഞ്ഞ പ്രത്യേകിച്ച് 2 കോടി രൂപയോളം കൊടുത്തു എന്നുള്ള ആരോപണത്തിന് കൃത്യമായ തെളിവ് തരണം. ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങളിത് പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ല, എല്ലാ കാര്യങ്ങളും ശശിയുടെ മേലെ കൊണ്ട് തട്ടിയിട്ട് ഞാനിപ്പോൾ നിഷ്കളങ്കനാണ് എന്ന് പറയുന്ന തൊടുന്യായങ്ങളൊന്നും നമ്മൾ ഏറ്റെടുക്കില്ല. പകരം ഇങ്ങനെ പറയാൻ മാത്രം ഒരു ഉത്തരവാദിത്തമില്ലാത്ത, യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത
യാതൊരു ജനങ്ങളോട് പ്രതിബദ്ധത ഇല്ലാത്തതാണ് ആ തെളിയിക്കുന്നത്. അതിന്റെ ഉദാഹരണം അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴേ എത്ര രൂപ സർക്കാരിനും പിന്നെ രാഷ്ട്രീയ പാർട്ടിയും ചെലവാക്കണം, വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട്, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. നടത്തുമോ നമുക്കറിയില്ല, ഇലക്ഷൻ നടത്തുമായിരിക്കാം, കാരണം ഇനി ഒരു വർഷത്തിൽ കൂടുതലുണ്ട്. 1.5 വർഷത്തോളം ഉണ്ട്. ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് വരുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കണം, രാഷ്ട്രീയ കക്ഷികൾക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണം, തെരഞ്ഞെടുപ്പ് നടത്തണം, ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം, ലക്ഷങ്ങളുടെ ചെലവുകൾ വരാൻ കിടക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അധിക ബാധ്യതയാണ്, അവർക്ക് ജയിച്ചു കയറേണ്ടതുണ്ട്. അപ്പോൾ പിണറായിയെ പ്രതിസന്ധിയിലാക്കാനാണ് താണിത് ചെയ്യുന്നതെന്ന് അമ്പൂക്ക പറയുമ്പോൾ അമ്പൂക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കൾക്ക് പൗരബോധമില്ല എന്നാണ് അതിനകത്ത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം പൗരബോധമുള്ള ഒരാൾ അത് ചെയ്യില്ല. താങ്കൾ എന്തായാലും CPM-ന്റെ പാളയത്തിൽ നിന്ന് മത്സരിച്ചു, എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ രാഷ്ട്രീയമായിട്ട് താങ്കൾക്ക് യോജിക്കുന്നില്ല, അതുകൊണ്ട് ആ പാർട്ടിയുടെ പിന്തുണ തനിക്കുള്ളത് പിൻവലിക്കുന്നു എന്നതിനപ്പുറമായി ഇപ്പം വീണ്ടും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനെന്ന വ്യാജേന താങ്കൾ ഇത് ചെയ്യുമ്പോൾ അത് ശരിക്കും പ്രതിസന്ധിയാവുന്ന ഈ നാട്ടിലെ സാധാരണക്കാരൊക്കെ സ്വന്തം രാഷ്ട്രീയ ഭാവി ഓർത്തിട്ടാണ്. കാരണം ഇത് അതേ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് ചേർന്നു എന്ന് പറഞ്ഞാൽ സ്പീക്കർക്ക് അയോഗ്യനാക്കാം. CPM അവരെ എഴുതി കൊടുത്താൽ മതി. അവരെ നിയമസഭാ ഭാഷയിൽ അംഗമാണല്ലോ. ഇയാൾ പാർട്ടി മെമ്പർ അല്ലെങ്കിൽ പോലും LDF നിയമസഭാ ഭാഷയിൽ അംഗമാണ്. സ്പീക്കർ എഴുതി കൊടുത്താൽ അപ്പൊ അയോഗ്യനാണ്. സ്പീക്കർക്ക് എഴുതി കൊടുക്കുന്നതിന് മുൻപേ എന്നാ പിന്നെ ചിലരുണ്ടല്ലോ, ഞാൻ അങ്ങ് ആദ്യമേ രാജിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീറോ പരിവേഷം കിട്ടും എന്ന് വിചാരിച്ചായിരിക്കും. എന്തായാലും അമ്പൂക്ക സത്യത്തിൽ ഒരു ആളുടെ അധപ്പതനമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരാൾ ഏറ്റവും മുകളിൽ കയറി നിന്നിട്ട് ഞാനാണ് ഈ രാജ്യത്തെ രാജാവ്, ഞാൻ പറയുന്നതൊക്കെയാണ് ഈ നാട്ടിലെ നിയമം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവില്ല. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. എന്തൊക്കെയായിരുന്നു മറുനാടനെതിരെ സംസാരിച്ചുകൊണ്ട്. അതാണ് ഇപ്പൊ മനോജ് വരുന്നതിന് മുമ്പാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇത് ഒരു 1.5 വർഷം മുമ്പ് ഇവിടെ റെയ്ഡ് നടന്നപ്പോഴും അതിൽ ഇവിടെ ഓരോ സംഭവം നടക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ വരും. നമ്മുടെ സുദർശനൻ നമ്പൂതിരി അന്ന് ജയിലിലായപ്പോഴും ഒക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ ആളുകൾ ചേർന്ന് നമ്മളെങ്ങനെ നിരന്തരമായി മോശമായ ഭാഷയിൽ ചീത്ത വിളിക്കുക, പടങ്ങൾ കളിയാക്കി ഗ്രാഫിക്സ് ചെയ്തിടുക, ഇതൊരു നിത്യ പരിപാടിയായിരുന്നു. നമുക്കത് കൊണ്ട് പേടിയും വെപ്രാളവും തോന്നിയിട്ടില്ല. പക്ഷെ നമുക്ക് അവിടെ കയറി വരും, ഇവിടെ കയറി വന്ന് ഞങ്ങൾ ആക്രമിക്കും, നമ്മുടെ ചീഫ് ഒക്കെ ഉടുപ്പ് വലിച്ചു കൊടുക്കും, അങ്ങനെ പറഞ്ഞ ഒരുപാട് വിചിത്രമായ കാര്യങ്ങൾ അദ്ദേഹം പലപ്പോഴും ഉന്നയിക്കുമായിരുന്നു. പക്ഷെ ഇതിപ്പോ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഒരു ദിവസം അദ്ദേഹം പോയി ജയിലിൽ കിടന്നു എന്നുള്ളതാണ്. ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, എന്തൊക്കെയാണോ താങ്കൾ പറഞ്ഞിരുന്നത് അതിന്റെ നേരെ ഘടകവിരുദ്ധമായാണ് താങ്കൾക്ക് സംഭവിച്ചതെന്നുള്ളതാണ്. താങ്കൾ എന്താണ് പറഞ്ഞത്, 6ാം നിലയിലാണെങ്കിലും നക്ഷത്രങ്ങളിന്റെ ആർപ്പാർത്തം ഞാൻ താഴെ ഇറക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആരാണിപ്പോ താഴെ ഇറങ്ങിയത് എന്നൊരു ചോദ്യമാണുള്ളത്. മാത്രമല്ല ആദ്യം പിണറായി വിജയന്റെ വളരെ വിശ്വസ്തനായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും പറയാറുള്ളത്. പിതാവിനെ തുല്യമായിട്ട് കണക്കാക്കിയിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം അവരുടെ അച്ഛനും മകനെയും പോലെയാണ് എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, അദ്ദേഹം ഇപ്പോഴും അങ്ങനെ ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി. ഇപ്പൊ സ്നേഹം പോയി എന്ന് മാത്രമല്ല, ഈ ചില ആളുകളുണ്ട് കേട്ടോ, വെറുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും എന്ന് പറയുന്ന ആളുകളെ പോലെയാണ് അമ്പൂക്കയുടെ സ്വഭാവം. അന്ന് പിണറായി വിജയൻ അച്ഛനായിരുന്നു, ഇപ്പൊ സ്നേഹം മാറിക്കഴിഞ്ഞപ്പം അയാൾക്ക് തലയ്ക്ക് വെളിവില്ലെന്നും 70 വയസ്സായയുടെ ചെന്നി പിടിച്ചതാണെന്ന് പോലെയുള്ള വളരെ മോശമായ ഭാഷകളാണ് പിണറായി അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം അതാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അമ്പൂക്കയ്ക്കെതിരെ ധാരാളം അഴിമതി ആരോപണങ്ങളുണ്ട്. ഇയാളൊരു സാധാരണക്കാരനായ ഒരു വ്യവസായി എന്ന രീതിക്ക് അപ്പുറമായി പക്വതയുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകനായി ഇതുവരെയും മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് ഇടപെട്ട് പല കാര്യങ്ങളിലും സക്രിയമായി ഇടപെടാമായിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ വരുന്നിട്ടില്ല. നേരത്തെ ആ കക്കടാമ്പുഴയിലെ മറ്റേ പാർക്കും 2002 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അന്ന് അത് പാർക്ക് അടച്ചുപൂട്ടാൻ പറഞ്ഞതും വിഷയങ്ങളോ ഒരുപാട് കാര്യങ്ങൾ അന്നെല്ലാം CPM ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. നിയമവിരുദ്ധമായി പോലും, നിയമം വിട്ടുപോലും സംരക്ഷിക്കുകയായിരുന്നു CPM സംസ്ഥാന സർക്കാരൊക്കെ തന്നെ ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഇപ്പോ കുടുങ്ങി. ഇപ്പോ എല്ലാ അർത്ഥത്തിലും അൻവറിന്റെ വരുമാന സ്രോതസ്സുകൾ കൂടി നിലച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഇനി ബംഗാളെങ്കിൽ ബംഗാൾ, മമതയെങ്കിൽ മമത, കുറച്ച് ഹിന്ദി എങ്കിലും പഠിച്ച് രക്ഷപ്പെടാം എന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിക്കുന്ന പരിതാപകരം എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊന്നും CPM-നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ്. അല്ലെ, ഇവിടുത്തെ ഇടതുമുന്നണിയെ സംബന്ധിച്ചോ നിലവിലെ സർക്കാരിന് ഒരു തരത്തിലും ഇദ്ദേഹത്തിന് രാജി ബാധിക്കുന്നില്ല. അവർക്ക് അത്രയും ഭൂരിപക്ഷമുണ്ടെന്ന് മാത്രമല്ല കേട്ടാ, ഇത് ഇവിടെ ഏതെങ്കിലും മുന്നണി ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. നമ്മൾ സത്യത്തിൽ ഇത് ഞാൻ പറയുന്നത്, മറുനാടൻ കൂടി ഇത് സംസാരിച്ചില്ലെങ്കിൽ അമ്പൊക്കെ ഇറലവന്റ് ആയി മാറും എന്നുള്ളതാണ് അപ്രസക്തം. നമ്മൾ വേറെ ഓർക്കുക, അമ്പൊക്കെ ഒരുപക്ഷെ ഇന്നോ നാളെ കൂടി അദ്ദേഹം പത്രസമ്മേളനത്തിന് ആള് കാണും, അല്ലെങ്കിൽ അതിന് വ്യൂവർഷിപ്പ്, അല്ലെങ്കിൽ എല്ലാവരും ഒക്കെ വരുമായിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അതങ്ങ് തീരും. വളരെ സാധാരണക്കാരനായ പ്രവർത്തകൻ നടത്തുന്ന ഇപ്പൊ പറയില്ലേ, അങ്ങനെ ഒരു രീതിയിലേക്ക് അദ്ദേഹം അതപ്പതിക്കും. അദ്ദേഹത്തിന്റെ എന്താ പറയാ, അത്രയും ഒരു എനിക്കറിയില്ല ഈ തൃണമൂൽ കോൺഗ്രസിന് അവരെ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ, ഇതൊരു ക്രൗഡ് പുള്ളർ പോലുമല്ല. അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളർ അല്ല, ഒരു മാസ് ലീഡർ അല്ല.
അങ്ങനെ എന്തെങ്കിലും കേരളത്തെ പിടിച്ചു കുലുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ല, പാരമ്പര്യവും ഇല്ല. ഒരുപക്ഷെ മമതയുടെ ചുറ്റുമുള്ള അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് ഒന്ന് അന്വേഷിച്ചാണ്. കാരണം അവിടെ അവരോട് മലയാളി IAS ഉദ്യോഗസ്ഥന്മാരുടെ മലയാളി പത്രക്കാരൊക്കെ ഉള്ളതാണ് കൽക്കട്ടയിൽ. അപ്പോൾ ഒരുപക്ഷെ അവരുടെ കൂടി ചോദിച്ചാണുമായിരിക്കും. അപ്പോൾ ഇതേപോലെ MLA 2 ടൈം MLA ആയിരുന്ന ആളാണ്, ഇവിടുത്തെ ഒരു വ്യവസായിയാണ് എന്നൊക്കെ പറഞ്ഞാണ്. എന്നാൽ പിന്നെ ഒരു ടെസ്റ്റ് ഡോസ് നടത്താമെന്ന് ഒരുപക്ഷെ മമത കരുതിക്കാണ്. കാരണം കേരളത്തിൽ അവർക്ക് നിലവിൽ വലിയ നേതൃത്വം ഒന്നുമില്ല മമതയുടെ പാർട്ടി. അതല്ല, അവരുടെ ദേശീയ പാർട്ടി എന്ന നിലയിലാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പൊളിറ്റിക്കൽ പരിസരം എന്ന് പറഞ്ഞാൽ എപ്പോഴും ബംഗാളാണ്. ബംഗാളിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അതൊന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ഉൾപാർട്ടി നയങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകുന്ന ഒരു വനിതാ നേതാവ് മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് രൂപീകരണ ഘട്ടം മുതൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു ബംഗാളിന്റെ പരിസരമുണ്ട്. ബംഗ്ലാദേശുമായി ചേർന്ന് നിൽക്കുന്ന കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. CPMന്റെ അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ അവരെ മടുത്തിട്ട് ഇറങ്ങി പോകുന്ന ഒരു ജനതയുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് അവരെ നയിച്ചൊരു അതൊക്കെ അവിടുത്തെ ഒരു സാമൂഹിക സാമ്പത്തിക പരിസരമോ രാഷ്ട്രീയ പരിസരമോ പശ്ചാത്തലമോ അല്ല ഇവിടെ ഉള്ളത്. മമതയെ സംബന്ധിച്ച് മമത ഒരു അൺപ്രഡിക്റ്റബിൾ നേതാവാണ്. മമത ഇന്ന് എന്ത് ചെയ്യുന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല, മമതയ്ക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന് പറയുന്നുണ്ട്. ചില സമയങ്ങളിൽ മമത തന്നെ പറഞ്ഞ ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗം അല്ല, ചിലപ്പോൾ അവർ പറഞ്ഞ ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. മാത്രമല്ല ഇന്ത്യ മുന്നണിയിൽ തന്നെ കുറെ രാഷ്ട്രീയ കക്ഷികൾ മമതയെ മുന്നിൽ നിർത്തി നയിക്കണം, കോൺഗ്രസിനെ മാറ്റി നിർത്തണമെന്ന് പോലും ആവശ്യപ്പെടുന്ന പലരുണ്ട്. മമത നയിക്കട്ടെ മുന്നണി എന്നാണ്. ഇനി മമത നാളെ NDA പോയെന്നിരിക്കട്ടെ, സപ്പോസ് മമത ആണെങ്കിൽ അത് ചെയ്യും. അവർ NDAയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അവർ കേന്ദ്രമായിട്ട് വളരെ നല്ല ബന്ധമാണ്. ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് ഉണ്ട്, അദ്ദേഹമായിട്ട് വളരെ ഇപ്പൊ നല്ല ബന്ധത്തിലാണ്. ആദ്യം മമത പതിവ് പോലെ തർക്കത്തിന് വന്നെങ്കിലും ഇപ്പൊ എല്ലാവരും നല്ല ബന്ധമാണ്, പ്രധാനമന്ത്രി നല്ല ബന്ധമാണ്. മമത നാളെ NDA പോയ മമതയെ സംബന്ധിച്ചിട്ട് ബംഗാളിലെ കാര്യം മാത്രമേ അവർക്ക് ബാധകമുള്ളൂ. അതാണ് മമതയെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറമായി അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാര്യം വൻ ഭൂരിപക്ഷമുള്ളൊരു പാർട്ടി, അവര് എത്രയോ ടേമുകളായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, പ്രതിപക്ഷത്തിന് പോലും പ്രസക്തി ഇല്ലാത്തൊരു പാർട്ടിയാണ്. അപ്പം ഇപ്പൊ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇവിടെ UDFനൊരു രാഷ്ട്രീയ എന്താ പറയാ പ്രാധാന്യം ഉണ്ടെന്ന് പറയാം. പക്ഷെ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഗതി ഇല്ല ഇവിടെ. അത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് മമത പറഞ്ഞില്ല, കോൺഗ്രസ് CPM വേണമെങ്കിൽ ഓരോ സീറ്റ് അടുത്തുള്ള വേണമെങ്കിൽ വാങ്ങിച്ചോണ്ടാ മതി, നിർബന്ധമൊന്നുമില്ല. ആ ഒരു ലൈനാണ് മമത സ്വീകരിക്കുന്നത്. അവർക്ക് അതിന്റെ ഒരു ധാർഷ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയാണ്. ശരിയോ തെറ്റോ അത് മറ്റൊരു കാര്യം. പക്ഷെ അത്രയും അപ്രമാദിത്വമുള്ളൊരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ ഇന്ത്യൻ പൊളിറ്റിക്സിൽ തന്നെ ഇതുപോലെ ശക്തിയായ ഒരു രാഷ്ട്രീയ വനിതാ നേതാവില്ല. സിനിമാ താരത്തിന്റെ ഇമേജെങ്കിലും ഉണ്ട്, ഇവർ രാഷ്ട്രീയ നേതാവായി തന്നെ വന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യഘട്ടത്തിൽ ഇപ്പൊ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ അവർക്ക് അറിയണമെന്നില്ല, യാതൊരുവിധ സാധ്യതകളുമില്ല. എന്തായാലും സംസ്ഥാന കോർഡിനേറ്റർ ആക്കിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വോട്ട് ചെയ്യാതെ ബംഗാളിൽ നിന്ന് മുങ്ങി നടക്കുന്ന ആൾക്കാരെ ട്രെയിൻ കയറ്റി വിടാനുള്ള ആൾ വേറെന്നുള്ളത് മമത പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ മമതയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മമതയുടെ പാർട്ടിയെ സംബന്ധിച്ച് അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അവർ പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, ഇന്ത്യ മുന്നണി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ CPM കോൺഗ്രസും ഉണ്ട്. അപ്പൊ ഈ അൻവറിനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തില് ചിലപ്പോ സംസ്ഥാന ഘടകത്തിന് വലിയ വിയോജിപ്പില്ലെങ്കിലും കേന്ദ്ര നേതൃത്വത്തിൽ ഇടപെട്ടാലോ, അവരെല്ലാം ഒറ്റക്കെട്ടാണല്ലോ, പണിവാളും മനസ്സിലായി. മമതയുടെ അടുത്ത് ഇയാളെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ ആളെ സ്ഥാനാർത്ഥിയാക്കെന്ന് പറഞ്ഞാൽ സംഗതി മാറും. കാരണം ഈ രണ്ടുപേർക്കും ഒരുപോലെ താല്പര്യമില്ലാത്ത ഒരാളെന്നുള്ള നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട VD സതീശനെതിരെ ഇത്രയും മോശമാകണമെന്ന് അദ്ദേഹം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും മനുഷ്യനാണ്, അദ്ദേഹത്തിന് വിഷമം കാണുള്ളൂ. ക്ഷമിച്ചിരിക്കുന്നതിനൊക്കെയുപരിയായി ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധി ഇത്രയും മോശമായ അതെ രാഷ്ട്രീയ പക്വത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടാ. രാഷ്ട്രീയ പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ആരോപണങ്ങൾ അത് അടിസ്ഥാനമുണ്ടോ, അത് ഞാൻ ഉന്നയിക്കുമ്പോൾ അത് എൻ്റെ പൊളിറ്റിക്കലിനെ, എൻ്റെ സ്റ്റാൻഡിനെ അല്ല എൻ്റെ ക്രെഡിബിലിറ്റി എത്ര കണ്ട് ബാധിക്കും, ഞാൻ പറയുന്നത് ശരിയാണോ, എൻ്റെ മുന്നിലിരിക്കുന്ന ആൾ എൻ്റെ രാഷ്ട്രീയ എതിരാളിയോ എൻ്റെ അഭിപ്രായത്തിൽ വ്യത്യാസമുള്ള ആയിരിക്കാം, അതിനർത്ഥം എനിക്ക് എന്തും വിളിച്ചു പറയാം എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ PV അൻവറിന് ആ ഒരു രാഷ്ട്രീയ പക്വതയില്ലാത്തൊരു സ്ഥിതിക്ക് അദ്ദേഹത്തെ തിരിച്ചെടുത്താൽ അത് കോൺഗ്രസിന് ബാധ്യതയാകും എന്നതിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. മാത്രമല്ല പ്രമുഖനായ ലീഗ് നേതാവിനെ വധിച്ചതിലെ കേസിലെ പ്രതി കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ലീഗിന്റെ പിന്തുണയും അദ്ദേഹത്തിന് ഇനി ഉണ്ടാവാനുള്ള സാധ്യതകളുമില്ല. ലക്ഷ്യം വെക്കുന്നത് തൃണമൂൽ കോൺഗ്രസിലൂടെ തൃണമൂൽ വെട്ടിയിട്ടുള്ള കോൺഗ്രസ് പ്രവേശനമാണെങ്കിൽ പോലും കടമ്പകൾ ധാരാളമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അതിനേക്കാളൊക്കെ ഉപരിയായി അൻവറിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം MLA ആയിരുന്നപ്പോൾ എങ്കിൽ അത്രയെങ്കിലും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുപോലും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്നാൽ പോലും ജയിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടോ? ആ രീതിയിലേക്ക് അദ്ദേഹം ഒരു സമ്പൂജ്യനായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്.
ഗതികേടാണ്, പാപ്പരത്വമാണ് എന്ന് പറയേണ്ടതുള്ളൂ. തീർച്ചയായും ഇത് വളരെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇത് വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല എന്നാണ് നമ്മളെ ഒരു വിശ്വാസം. കാരണം PV അൻവർ രാജിവെച്ചെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇനി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു സംശയം വേണ്ട, UDF തന്നെ വിജയിക്കും, അക്കാര്യത്തിലൊന്നും സംശയമില്ല. അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നമുക്ക് ശ്രമിച്ചു എന്നുള്ളിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VS ജോയി സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞാൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ. അത് മുന്നണിയിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി ആരാകണം എന്ന് അദ്ദേഹം നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇക്കണക്കിന് കോൺഗ്രസ് പാർട്ടിയിൽ എടുത്താൽ എന്തായിരിക്കും അവസ്ഥയെന്ന് സ്വാഭാവികമായും കോൺഗ്രസ് ആര് ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ ഇതൊക്കെ തന്നെ വെല്ലുവിടുന്ന ഒരു കാര്യത്തിലെത്തിക്കാണ് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി. ഇനി ഒരു പക്ഷേ ഈ UDF അങ്ങനെ എടുത്തില്ലെങ്കിൽ ഒന്നും ഇല്ല എന്നുള്ളതൊക്കെയാണ്. കാരണം UDFിലേക്ക് പോകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, എത്തും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ ഇതൊരു വളരെ ഒരു വിചിത്ര പ്രതിഭാസമാണ് ഇപ്പോൾ ഇന്നത്തെ രാജിയോടുകൂടി ഇങ്ങനെ കടന്നു പോകുന്നതെന്ന് നമുക്ക് മാത്രം പറയാം. നമസ്കാരം.